വേനൽക്കാലത്തിന്റെ പര്യായമാണ് നാരങ്ങാവെള്ളം. കഴിഞ്ഞ 1000 വർഷങ്ങളായി ഇതിന്റെ പാചകക്കുറിപ്പുകളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടുമില്ല. നമുക്ക് നാരങ്ങാവെള്ളത്തിന്റെ ചരിത്രത്തെപ്പറ്റി ഒന്ന് നോക്കാം. നാരങ്ങാവെള്ളത്തെപ്പറ്റിയുള്ള ആദ്യത്തെ ലിഖിത പരാമർശങ്ങളിലൊന്ന് ഈജിപ്തിലെ കൈറോയിൽ നിന്നാണ്. അവരുടെ രേഖകൾ നാരങ്ങാനീരും പഞ്ചസാരയും ചേർന്ന മിശ്രിതമായ ഖത്തർ മിസാത്തിനെ പരാമർശിക്കുന്നു. വൈദ്യനായ ഇബ്നു ജുമായി എഴുതിയ 12-ാം നൂറ്റാണ്ടിലെ ഓൺ ലെമൺ ഇറ്റ്സ് ഡ്രിങ്കിങ് ആൻഡ് യൂസ് എന്ന അറബി ഗ്രന്ഥത്തിൽ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളെ പരാമർശിക്കുന്നു. ആ പ്രശസ്തി പഞ്ചസാരയ്ക്കും നാരങ്ങയ്ക്കുമൊപ്പം അങ്ങ് യൂറോപ്പിലും എത്തി. 17-ാം നൂറ്റാണ്ടുകളുടെ തുടക്കത്തിൽ പാരീസിൽ തെരുവു കച്ചവടക്കാരിൽ നിന്ന് നാരങ്ങാവെള്ളം ലഭ്യമാകാൻ തുടങ്ങിയതോടെ വളരെ പ്രചാരത്തിലിരുന്നതിനാൽ 1676-ൽ വിൽപ്പനക്കാർ കമ്പാഗ്നി ഡിലിമോണ്ടിയേഴ്സ് എന്ന പേരിൽ ഒരു യൂണിയൻ രൂപീകരിച്ചു. 1824-ൽ ദി വെർജീനിയ ഹൗസ് വൈഫ് എന്ന പാചക പുസ്തകത്തിലും 1827-ൽ ഓക്സ്ഫോർഡ് നൈറ്റ് ക്യാപ്സിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ടർക്കിഷ് നാരങ്ങാവെള്ളത്തിൽ പഞ്ചസാരയ്ക്കൊപ്പം നാരങ്ങയുടെ തൊലി അരച്ചെടുത്ത് പിന്നീട് നാരങ്ങാ നീരും വെള്ളവുമായി യോജിപ്പിച്ച് നൽകുന്ന രീതിയാണെങ്കിൽ, പാരീസിൽ 3 വ്യത്യസ്ത പാത്രങ്ങളിൽ പഞ്ചസാര, നാരങ്ങാനീര്, വെള്ളം എന്നിങ്ങനെ കുടിക്കുന്ന ആളുടെ ഇഷ്ടാനുസരണം യോജിപ്പിച്ച് കുടിക്കാവുന്നതാണ്. എന്നാൽ പോർച്ചുഗലിലും വടക്കേ ആഫ്രിക്കയിലും ബ്രൂ കോഫി, പഞ്ചസാര പാനി, നാരങ്ങാനീര് എന്നിവ ഐസിന് മുകളിൽ ഒഴിച്ചുകൊണ്ടാണ് നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ല കുമ്പഴ ഹൈവേയിൽ വള്ളംകുളത്തിനടുത്ത് യാഹിർ ഓഡിറ്റോറിയത്തിന് നേരെ എതിർവശത്തുള്ള രമേശ് ഏടൻ്റെ നാരങ്ങാവെള്ളക്കടയിലാണ്. നാരങ്ങാവെള്ളം പൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുക. ബൈ ഫ്രം ഫുഡി പൈ.